പ്രിയ സൺഡേസ് ശാലോം പ്രേക്ഷകരെ, ഞാൻ കരിപ്പാലച്ചൻ മാത്യുച്ചൻ നിങ്ങളോടൊരു പുതിയ ടിപ്പുമായിട്ട് വരാൻ വന്നിരിക്കുക. എന്താണെന്നറിയോ, ഇത് ടീച്ചർമാരെ സംബന്ധിച്ചുള്ളൊരു ടിപ്പാണ്. ആരാ ഒരു നല്ല ടീച്ചർ? നിങ്ങളോട് ചോദിച്ചാൽ നിങ്ങളുടെ മനസ്സിലും കാണും നല്ല ഓർമ്മയുള്ള, നിങ്ങളുടെ മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു ടീച്ചർ. കാരണം ആ ടീച്ചറിൻ്റെ എന്തൊക്കെയോ സ്വഭാവ ഗുണങ്ങൾ നിങ്ങളെ സ്വാധീനിച്ചിട്ടുണ്ട്. എന്നാൽ ഞാനൊരു സംഭവ കഥയിലൂടെ ഇതിൻ്റെ കാര്യം വ്യക്തമാക്കി തരാം. ഒരിക്കലൊരു സ്കൂളിൽ ഒരു അധ്യാപകനുണ്ടായിരുന്നു. ഈ അധ്യാപകനെ എല്ലാവരും വിളിച്ചിരുന്നത് കുട്ടികളുടെ കൂട്ടുകാരനെന്നാണ്. കാരണം ഈ വ്യക്തി ഓരോ കുട്ടിയെയും അടുത്തറിഞ്ഞ് വേണ്ട പ്രോത്സാഹനം കൊടുക്കുന്ന വ്യക്തിയായിരുന്നു. വിഷയങ്ങൾ പഠിപ്പിക്കുക മാത്രമല്ല, കുട്ടികളെ പഠിക്കുന്നതിലും ശ്രദ്ധ കാണിച്ചിരുന്ന ഒരു അധ്യാപകൻ. ആ സ്കൂളിൽ ഒരു ജൂവലറി ഉടമയുടെ മകനുണ്ടായിരുന്നു. 5ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. അവൻ മഹാകുസൃതിയായിരുന്നു. പലതവണ അവൻ്റെ പേരിൽ പല തരത്തിലുള്ള കേസുകൾ സ്കൂളിലുണ്ടായി. അവസാനം ഒരു കേസുണ്ടായി. ഒരു കുട്ടിയെ ഇടിച്ച് ബോധം കെടുത്തി. അപ്പോൾ സ്കൂൾ അധികാരികളെല്ലാം കൂടെ തീരുമാനിച്ചു അവനെ ഈ സ്കൂളിൽ നിന്ന് പറഞ്ഞു വിടണം. അപ്പോൾ ഈ കൗൺസിലറെ പോലെ തന്നെ പ്രവർത്തിക്കുന്ന ഈ സ്റ്റുഡൻറ്റ് ഫ്രണ്ട് എന്ന് പറയുന്ന അധ്യാപകനോട് പ്രിൻസിപ്പൽ അച്ഛൻ ചോദിച്ചു, ആ കുട്ടിയെ എന്ത് ചെയ്യണം? ഉടനെ ഇദ്ദേഹം പറഞ്ഞു, എൻ്റെ അടുത്തേക്കൊന്ന് വിട്. അദ്ദേഹം ആ കുട്ടിയെ വിളിച്ച് സ്നേഹത്തോടെ അവനോട് സംസാരിച്ച് കുറച്ച് കഴിഞ്ഞപ്പോൾ പറഞ്ഞു, മോനെ, നിനക്ക് ഇനിയും ഈ സ്കൂളിൽ തുടരാം. ഞാൻ നിനക്ക് വേണ്ടി ശുപാർശ ചെയ്യാം. ഒരവസരം കൂടി നിനക്ക് ഞാൻ വാങ്ങിച്ചു തരാം. പക്ഷേ നീ ഒരു കാര്യം ചെയ്യണം. എല്ലാ ദിവസവും എന്നെ വന്ന് കാണണം. ഞാൻ താമസിക്കുന്നത് ഈ സ്കൂളിൻ്റെ തൊട്ടടുത്താണ്. ഒരല്പസമയം എൻ്റെ കൂടെ ഇരിക്കണം, എന്നോട് സംസാരിക്കണം, എൻ്റെ കൂടെ നടക്കാൻ വരണം. അങ്ങനെ ആ കുട്ടി എല്ലാ ദിവസവും സാറിൻ്റെ അടുത്ത് പോകും, അല്പസമയം സാറുമായിട്ട് സംസാരിക്കും. ആ കുട്ടിക്ക് ഇഷ്ടമുള്ള വിഷയങ്ങൾ എന്താണെന്നൊക്കെ അറിഞ്ഞ് സാർ അവനോട് അത് സംസാരിക്കുമായിരുന്നു. അങ്ങനെ ഒരു ദിവസം സാറിൻ്റെ ജന്മദിനമായി. അതിവൻ അറിഞ്ഞു. അവൻ വീട്ടിൽ ചെന്ന് ഡാഡിയോട് പറഞ്ഞു, ഡാഡി, എനിക്ക് 2 സ്വർണ്ണ നാണയം തരണം. എൻ്റെ സാറിന് ഗിഫ്റ്റായിട്ട് കൊടുക്കാനാണ്. വലിയ സമ്പന്നനായ ഡാഡിക്ക് അതിനകത്ത് യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടായിരുന്നില്ല. അദ്ദേഹം 2 സ്വർണ്ണ നാണയം എടുത്ത് മകന് കൊടുത്തു. എന്നിട്ട് പറഞ്ഞു, നീ ഇത് കൊണ്ടുപോയി നിൻ്റെ സമ്മാനമായിട്ട് ആ അധ്യാപകന് കൊടുക്കുക. ആ കുട്ടി വളരെ സന്തോഷത്തോടെ വന്നു. ഒരു ബർത്ത്ഡേ കേക്കൊക്കെ മേടിച്ചുകൊണ്ട് ഈ അധ്യാപകൻ്റെ അടുത്ത് വന്നു. ഈ 2 സ്വർണ്ണ നാണയങ്ങൾ അദ്ദേഹത്തിന് നീട്ടിയിട്ട് പറഞ്ഞു, സാറേ, ഇതെൻ്റെ ബർത്ത്ഡേ ഗിഫ്റ്റാണ്. അദ്ദേഹം ഇത് പറഞ്ഞു, ഞാനിത് വാങ്ങിച്ചോളാം. മോൻ ഇപ്പോഴിത് നിൻ്റെ പോക്കറ്റിൽ തന്നെ ഇട്ടോളൂ. ഞാൻ ഇന്ന് തന്നെ ഇത് വാങ്ങിച്ചോളാം. നിൻ്റെ സമ്മാനം ഞാൻ സ്വീകരിച്ചിരിക്കുന്നു. എന്നിട്ട് അവർ ബർത്ത്ഡേയുടെ ഭക്ഷണമൊക്കെ ഒരുമിച്ച് കഴിച്ചു. എന്നിട്ട് മെല്ലെ നടക്കാനായിട്ട് ഇറങ്ങി. നടന്നു പോകുന്ന വഴിക്ക് അവിടെ ഒരു ഫാക്ടറി ഉണ്ട്. പാവപ്പെട്ടവരായ നിരവധി തൊഴിലാളികൾ ജോലി ചെയ്യുന്നൊരു ഫാക്ടറിയാണ്. ആ ഫാക്ടറിയിൽ അതിൻ്റെ മുന്നിലൂടെ നടന്നു പോയപ്പോൾ നിരവധി ചെരുപ്പുകൾ ആ ഫാക്ടറിയുടെ പുറത്ത് ആൾക്കാർ ഊരിയിട്ടിരിക്കുന്നത് കണ്ടു. കാരണം ഇതാണ്, ഫാക്ടറിക്കകത്തേക്ക് പോകണമെങ്കിൽ ഫാക്ടറി കൊടുക്കുന്ന ചെരുപ്പിട്ട് വേണം അകത്തേക്ക് പോകാൻ. അപ്പോൾ പാവപ്പെട്ടവരായ മനുഷ്യർ കൊണ്ടുവരുന്ന പഴയ ചെരുപ്പുകളൊക്കെ ആ ഫാക്ടറിയുടെ ഗേറ്റിന് പുറത്ത് ഊരിയിടും. അതവിടെ സ്ഥിരം കാഴ്ചയാണ്. അപ്പോൾ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ആ കുട്ടി ഈ അധ്യാപകനോട് പറഞ്ഞു, സാറേ, നമുക്കൊരു തമാശ ഒപ്പിച്ചാലോ? ഒരു രസം കാണാം. നമുക്കതിൽ ആരുടെയെങ്കിലും അങ്ങേയറ്റത്തിരിക്കുന്ന ആ 2 ഷൂസ് അതെടുത്ത് മാറ്റി വെച്ചാലോ, പാത്തു വെച്ചാലോ? അത് കഴിഞ്ഞ് അയാൾ ഷൂസ് ഇടാനായിട്ട് വരുമ്പോൾ, അയാളത് കാണാതെ വരുമ്പോൾ അയാൾ പരിഭ്രമിക്കും, ടെൻഷൻ അടിക്കും. നമുക്കതൊക്കെ കണ്ട് രസിക്കാം, നമുക്ക് മാറി നിന്ന് രസിക്കാം. എങ്ങനെയുണ്ട് എൻ്റെ ഐഡിയ എന്ന് ചോദിച്ചു. അധ്യാപകൻ ഒരു പുഞ്ചിരിയോടെ അവനെ നോക്കിയിട്ട് പറഞ്ഞു, ഞാൻ വേറൊരു ഐഡിയ പറയട്ടെ. എന്നോട് ഇഷ്ടമുണ്ടെങ്കിൽ മോൻ അത് ചെയ്യുമോ? ചെയ്യാം. അദ്ദേഹം ആ മകൻ്റെ കയ്യിൽ നിന്നും അവൻ്റെ കയ്യിൽ നിന്നും ആ 2 സ്വർണ്ണ നാണയങ്ങൾ അപ്പോൾ വാങ്ങിച്ചിട്ട് പറഞ്ഞു, നീ ഇത് കൊണ്ടുപോയി ഓരോ ഷൂസിനകത്തും വെക്കുക. നീ മാറ്റി പാത്തു വെക്കാമെന്ന് കരുതിയ ഷൂസ് ഉണ്ടല്ലോ, അതിനകത്ത് ഓരോ സ്വർണ്ണ നാണയങ്ങൾ വെക്കുക. അയ്യോ, അത് ഞാൻ മാഷിന് തന്നതാണ്, അത് അയാൾക്ക് കൊടുക്കാനുള്ളതല്ല. അപ്പോൾ മാഷ് പറഞ്ഞു, എനിക്ക് തന്നതല്ലേ, അപ്പോൾ അത് എൻ്റേതല്ലേ, എൻ്റെ ഇഷ്ടം ഇതാണ്, നീ അത് ചെയ്യാൻ പറഞ്ഞു. ആ കുട്ടി മനസ്സോടെ ആ സ്വർണ്ണ നാണയങ്ങൾ കൊണ്ടുപോയി ആ ഷൂസിനകത്തേക്ക് തള്ളിക്കയറ്റി വെച്ചു. സൈറൻ മുഴങ്ങി. ജോലി കഴിഞ്ഞ ആൾക്കാരെല്ലാം വന്നു. ഏറ്റവും അവസാനമാണ് ഈ ഷൂസിൻ്റെ ഉടമ ഇറങ്ങി വന്നത്. ഒരു വൃദ്ധനായ മനുഷ്യൻ, 60 വയസ്സോളം വരും. മെല്ലിച്ച ശരീരം, ക്ഷീണിച്ച മുഖം,
അയാൾ ഇറങ്ങി വന്ന് പതിവ് പോലെ ഷൂസിനകത്തേക്ക് കാലിട്ടു. പെട്ടെന്ന് അയാൾ എന്തോ അതിനകത്തുണ്ടെന്ന് മനസ്സിലാക്കി കാല് വലിച്ചു. എന്നിട്ട് അയാൾ ആ ഷൂസ് എടുത്തു നോക്കിയപ്പോൾ അതിനകത്ത് 2 ഷൂസിനകത്തുമായി ഓരോ സ്വർണ്ണ നാണയങ്ങൾ വെച്ച് ഓരോ പവൻ വരും. അയാൾ അവിടെയെല്ലാം നോക്കി ആരെങ്കിലും ഉണ്ടോ എന്ന്. ആരെയും കണ്ടില്ല. പെട്ടെന്ന് അയാൾ ഓടി തൊട്ടടുത്തുള്ള കുരിശുപള്ളിയുടെ മുൻപിൽ ചെന്ന് കർത്താവിൻ്റെ മുമ്പിൽ സാഷ്ടാംഗം പ്രണമിച്ചിട്ട് പറഞ്ഞു, എൻ്റെ കർത്താവേ, നീ എൻ്റെ പ്രാർത്ഥന കേട്ടു. നീ സ്വർഗത്തിൽ നിന്ന് എനിക്ക് 2 സ്വർണ്ണ നാണയങ്ങൾ അയച്ചു തന്നുവല്ലോ. എൻ്റെ ഭാര്യയുടെ ഓപ്പറേഷൻ എങ്ങനെ നടത്തുമെന്നറിയാതെ ഞാൻ വിഷമിക്കുകയായിരുന്നു, ഞാൻ പ്രാർത്ഥിക്കുകയായിരുന്നു. നീ തന്ന ഈ സ്വർണ്ണ നാണയങ്ങൾ ഞാൻ സന്തോഷത്തോടെ സ്വീകരിക്കുന്നു. ഞാൻ ഇതിൽ ഒരു മിച്ചം എന്തെങ്കിലും വന്നാൽ വേദനിക്കുന്ന എൻ്റെ ഒരു കൂട്ടുകാരന് ഞാൻ ബാക്കി കൊടുത്തോളാം. അത് പറഞ്ഞിട്ട് അദ്ദേഹം വളരെ സന്തോഷത്തോടെ അവിടെ നിന്ന് പോയി. ഇതെല്ലാം രഹസ്യത്തിൽ വീക്ഷിച്ചുകൊണ്ട് ഈ അധ്യാപകനും കുട്ടിയും ഉണ്ടായിരുന്നു. അധ്യാപകൻ കുട്ടിയോട് ചോദിച്ചു, ഇപ്പോൾ ആ മനുഷ്യൻ്റെ മുഖത്ത് എന്ത് വികാരമാണ് വിരിഞ്ഞത്? കുട്ടി പറഞ്ഞു, വലിയ സന്തോഷമാണ് വിരിഞ്ഞത്. ഉടനെ അധ്യാപകൻ പറഞ്ഞു, നമ്മുടെ ഓരോ പ്രവൃത്തിയിലൂടെയും മറ്റുള്ളവരുടെ മുഖത്ത് സന്തോഷവും ചിരിയും വരുത്താൻ നമുക്ക് പറ്റും. നമ്മുടെ ഓരോ പ്രവൃത്തിയിലൂടെയും മറ്റുള്ളവരെ വേദനിപ്പിക്കാനും കരയിപ്പിക്കാനും പറ്റും. നീ എന്നെ ഇഷ്ടപ്പെടാൻ കാരണം ഞാൻ മറ്റുള്ളവരുടെ മുഖത്ത് ചിരി പടർത്തുന്ന ഒരു അധ്യാപകനായതുകൊണ്ടാണ്. അല്ലാതെ മറ്റുള്ളവരെ വേദനിപ്പിക്കുന്ന ഒരു അധ്യാപകനായിരുന്നെങ്കിൽ നീ എൻ്റെ കൂടെ വരികയില്ലായിരുന്നു. ഇനി പറ, നിനക്കേതാണിഷ്ടം? മറ്റുള്ളവരുടെ മുഖത്ത് ചിരി പടർത്തുന്ന ഒരു വ്യക്തിയാകാനാണോ, മറ്റുള്ളവരെ കരയിക്കുന്നൊരു വ്യക്തിയാകാനാണോ? അവനൊരല്പനേരം ആലോചിച്ചു. എന്നിട്ട് പറഞ്ഞു, എനിക്കെൻ്റെ മാഷിനെ പോലായാൽ മതി. മാഷവനെ കെട്ടിപ്പിടിച്ചിട്ട് പറഞ്ഞു, നീ എനിക്ക് തന്ന ഏറ്റവും വലിയ ജന്മദിന സമ്മാനം ഈ തീരുമാനമാണ്. അവർ സന്തോഷത്തോടെ തിരിച്ചുപോയി. പ്രിയമുള്ള ടീച്ചർമാരെ, ഈ മാഷിൻ്റെ കഥ കേട്ടില്ലേ? ഈ മാഷിനെ പോലെയാകാൻ നിങ്ങൾക്കും പറ്റുമോ? ഏറ്റവും വലിയ ഗുരുനാഥനായിരുന്ന യേശുവിൻ്റെ കാലടികളെ പിന്തുടർന്നുകൊണ്ട് യേശുവിനെ പോലെ ഒരു ഗുരുവാകാൻ ഓരോ ടീച്ചർമാരെയും യേശുനാഥൻ ക്ഷണിക്കുന്നു.